അങ്ങനെ ഇന്ന് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന ഡേ ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറയുന്നുണ്ടായിരുന്നു റൂം ഹണ്ടിങ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് എന്നൊക്കെ. അത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മാറ്റി പറയുന്നുണ്ട്. റൂം ഷിഫ്റ്റിങ്ങിലും പണി പിടിച്ചൊരു പരിപാടി വേറെ ഇല്ല. പിന്നെ ഇങ്ങനെ അധ്വാനിക്കാൻ മനസ്സുള്ള ചെറിയ ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് ഈസി ആവും. ഇഗ്നോർ അവർ സ്റ്റീൽ ബോഡി, ഓക്കെ. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്തെടുത്ത് പിന്നെ അടുത്ത റൂമിൽ കൊണ്ടുപോയി അൺപാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് ആലോചിക്കുമ്പോഴേ കയ്യും കാലം വേദനിക്കുന്നത്. ബട്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് സ്ലോലി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ഈ റൂമിലേക്ക് മാറിയ ടൈമിൽ ഒരു 3 years എഗോ എനിക്ക് തോന്നുന്നു ഒരു 2 days എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാ സാധനങ്ങളും അൺപാക്ക് ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ. ബട്ട് ഇപ്രാവശ്യം കുറച്ചധികം ഡേയ്സ് എടുക്കുന്നത് എനിക്ക് ഓൾറെഡി ഷുവറാണ്. കാരണം സാധനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു, ആരോഗ്യം കുറയുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നോമ്പ് അടുപ്പിച്ച് ഉമ്മ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഈ നനച്ചുകുളി എന്ന് പറഞ്ഞിട്ട്. എല്ലാ സാധനങ്ങളും വലിച്ചുവാരിയിട്ട് ക്ലീൻ ചെയ്യുന്ന, വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി. ആ ടൈമിലാണ് എനിക്ക് എൻ്റെ പല കാണാതായ സാധനങ്ങളും തിരിച്ചു കിട്ടുന്നുണ്ടാവുക. അതുപോലെ ഇപ്രാവശ്യം ഞാനെല്ലാം വലിച്ചുവാരി ഇട്ടപ്പോഴാണ് ഇവരിത് കാണാതായ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്നൊരു ഹാപ്പി ഡേ ആണ്, എനിക്ക് സാഡ് ഡേ ആണെങ്കിലും. എൻ്റെ ഒരു റൂം മാറുന്നതിൻ്റെ ഒരു രോദന ഞാൻ പല വ്ളോഗിലായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബിഗ് ബോസിലെ അനുമോളെ പോലെ വീണ്ടും കരഞ്ഞ് ചളാക്കുന്നില്ല. അനുമോക്ക് കരഞ്ഞ് ട്രോഫിയെങ്കിലും കിട്ടി, എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഈ വില്ലൻ്റെ ഹോം ടൂർ വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോടൊരു 4 people പറഞ്ഞിരുന്നു ഹോം ടൂർ വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുക്കണമെന്നും പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് കുറച്ചായിട്ട് ഒരു ഹോം ടൂർ എടുക്കാൻ പറ്റിയ ഒരു നിലയിലായിരുന്നില്ല ഈ വീട്. ഈ ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഫുൾ അലമ്പ് കോലത്തിലായിരുന്നു. പിന്നെ എന്ന് ഇവിടുന്ന് മാറണമെന്ന് പ്ലാൻ ഇട്ടോ അന്ന് തൊട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനും എല്ലാത്തിനുള്ളൊരു മൂഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി പോകുന്ന വീട് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും. നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. പിന്നെ ഒരു ലേറ്റ് നൈറ്റ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് മൂവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അന്നത്തെ ഒരു നൈറ്റ് അവിടെ തന്നെ സെറ്റിൽ ആവുക ചെയ്തത്. നെക്സ്റ്റ് ഡേ പോവാന്നുള്ള പ്ലാനുമായിട്ട്. അപ്പോൾ എനിവേസ് ഇതായിരിക്കും എൻ്റെ ഈ ഒരു വീട്ടിലുള്ള ഒരു ലാസ്റ്റ് വ്ളോഗ്. ഇനി പുതിയ വീടും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.